ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. ഇപ്പോൾ 2025 കഴിയാൻ ഇനി 2 ദിവസമുള്ളൂ. അത് കഴിഞ്ഞാൽ 2026 എത്ര എളുപ്പമാണ് വർഷമൊക്കെ കഴിയുന്നത്. ഈ വർഷം ഇങ്ങനെ പഠിക്കണം, ഈ വർഷം ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ കുറേ പ്ലാനൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ആ ഒരു പ്ലാനിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക പ്ലാനറാണിത്. ഒന്നെന്ന് പറയുന്നത് ഒരു വിഷൻ ബോർഡാണ്. ഈ ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റൂമിൽ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റാണ്. 3 എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. 4 എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പറാണ്. വാൾപേപ്പർ ഒരു മോട്ടിവേഷൻ തരുന്ന വാൾപേപ്പറാണോ, അതായത് നിങ്ങളുടെ തീം എന്താണോ അതിനനുസരിച്ചുള്ളൊരു വാൾപേപ്പർ സെറ്റാക്കി വെക്കുകയാണ് വേണ്ടത്. സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റൂമിലോ എവിടെയെങ്കിലും, അതായത് വർക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിട്ട് എവിടെയെങ്കിലും സ്റ്റിക്കി നോട്ടിൽ ഓരോന്ന് എഴുതി വെക്കുക. വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമല്ല. നിങ്ങളുടെ ആ ഒരു എന്താണോ നിങ്ങളുടെ പ്ലാൻ അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുള്ളൂ. അങ്ങനെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങളോട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ എന്താ പറയുക അട്രാക്റ്റീവായിട്ടുള്ള, ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ചുകൂടി സംഭവങ്ങൾ ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങളുടെ പ്ലാനിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. 5 എന്ന് പറയുന്നത് ജേണലാണ്. ജേണൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ലൈഫിനെ തന്നെ ഇത് മാറ്റിമറിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ജേണൽ സപ്ലൈസിൻ്റെ കിറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലായിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഒരു പ്ലാനിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ ഒരു ജേണൽ എന്ന് പറയുന്നത്. 6ാമത്തത് ബുക്സാണ്, ലൈബ്രറി ബുക്സാണ്. ഈ ബുക്സ് ഒരു മാസം കൊണ്ട് ഒരു ബുക്ക് എന്നുള്ള നിലയ്ക്ക് വായിച്ച് തീർക്കുക. അതുപോലെ സേവിങ്സാണ്. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടുന്നു അതിൽ നിന്ന് മാക്സിമം സേവിങ്സ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ ഇയറിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും.